സമ്മാനിക്കാൻ പോവുകയാണ്. റെഡ് എഫ് എം ഇന്റർനാഷണൽ അക്വാ ഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ. ഈ ഒരു സായാഹ്നത്തിൽ ഞങ്ങളോടൊപ്പം ഷിഫിനും രാജേഷിനും ഒപ്പം കുറച്ച് കുട്ടീസൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാരും സിംഗുവിനോടൊപ്പം നിൽക്കുകയാണ്. സിംഗുവിന് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഒരു കീജയ് വിളിച്ചാലോ സിംഗുവിനെ? ഓക്കെ, അപ്പൊ നമ്മുടെ സിംഗുവിന്റെ ഫാൻസ് ആണ് ഇപ്പോൾ നമ്മുടെ കൊച്ചി ടി വി ആൻഡ് റെഡ് FM 93.5 അക്വാ ഷോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സിംഗു ഫാൻസ് ആണ്, മാത്രമല്ല കൊച്ചി ടിവിയുടെ ഫാൻസ് ആണ്. അപ്പോൾ കൊച്ചി ടിവിയിലെ ഏതൊക്കെ പ്രോഗ്രാംസാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മലയാളം പറയട്ടെ. ജാക്കി ചാൻ, സ്റ്റുവർട്ട് ലിറ്റിൽ, ഡോറ, ജാക്കി ചാൻ, ഡോറ, ജാക്കി ചാൻ. അവിടെയുണ്ട്. കുറച്ചുകൂടെ താമസിച്ചെങ്കിൽ അമിതാഭിശ്രദ്ധ പറഞ്ഞു. ഇവർക്ക് എന്തെങ്കിലും ഒരു ദൗത്യം കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാർക്ക് ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിം കൊടുക്കാൻ പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. ഈ ജീരക മിഠായി അറിയാവോ? മാന്ത്രിക മിഠായിയാണ്. അറിയോ? ഇത് ഫുൾ മാന്ത്രിക മിഠായിയാണ്. ഇത് കഴിക്കാൻ പാടില്ല. ചേട്ടന്മാർ പോലും കഴിച്ചിട്ടില്ല. നിങ്ങൾ പക്ഷെ കഴിക്കണം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊപ്പം വളരാൻ പറ്റും, സിംഗുവിനെ പോലെ ആകാൻ പറ്റും. ഓക്കെ, തുടങ്ങാം. ഇത്രയും മിഠായി ഉണ്ട്. ഇത് നമ്മുടെ ഈ കൊച്ചു മിടുക്കന്റെ കൈ കൊടുക്കാണ്. കൈ വെച്ചേക്കോ. കൈ വെച്ചേക്കോ. രാജേഷും കൂടെ പിടിച്ചോളൂ. എനിക്ക് വേണോ? എല്ലാവർക്കും മിഠായി കിട്ടിയല്ലോ. അതെ, ഈ കളിയിൽ എന്നെ ഉൾപ്പെടുത്തരുത്. ഇല്ല. അപ്പോ സംഭവം നമ്മുടെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഇത്രയും ജീരക മിഠായികൾ നമ്മൾ ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. 10 വരെ ഞങ്ങൾ എണ്ണും. അതിനു മുമ്പായിട്ട് ഏറ്റവും ആദ്യം ആ ജീരക മിഠായികൾ എണ്ണി തീർന്നവരാണ് നമ്മുടെ സിംഗുവിന്റെ ഏറ്റവും മികച്ച ഫാനായിട്ട് നമ്മൾ ഇന്ന് റെഡ് FM ആൻഡ് കൊച്ചി ടിവി റെഡ് FM ഇന്റർനാഷണൽ അക്വാ ഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവലിലൂടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യമുണ്ട്, ഓരോരുത്തരുടെ കയ്യിലും വ്യത്യസ്ത എണ്ണം മിഠായികളാണുള്ളത്. 10 സെക്കൻഡിൽ ആര് വേഗം എണ്ണി തീരും അവർക്കാണ് ഏറ്റവും വലിയ ഫാൻ എന്നുള്ള ബഹുമതി കിട്ടാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡിയാണോ? റെഡി. 1 2 3 സ്റ്റാർട്ട്. സ്റ്റോപ്പ്. എണ്ണിയ മിഠായി എവിടെ? കൊടുത്തത് അതുപോലെ കയ്യിലിരിക്കുകയാണ്. എണ്ണിയില്ല, എണ്ണിയില്ല, സമയം കിട്ടിയില്ല. മോൾ എണ്ണിയോ? എത്ര എണ്ണം എണ്ണി? ഈ കയ്യിലുള്ളത് 20 എണ്ണേ ഉള്ളോ? 21. ഇനി ഞാൻ ചോദിച്ചാൽ വീണ്ടും മാറത്തില്ലേ? മോൻ എത്ര എണ്ണം എണ്ണി? 4. അടുത്തയാൾ എത്രയാ? എത്ര എണ്ണം എണ്ണി? 7 3. മോനോ? 12. ഇത് സംഭവം എനിക്ക് തോന്നുന്നു ഈ കയ്യിലെടുത്തത് അതുപോലെ എടുത്ത് അടുത്ത കൈ വെച്ചെന്നാണ്. ആണോ? അങ്ങനെയാണോ? ഓക്കെ, ഇവിടെയാണ് 20 എണ്ണിയിട്ടുണ്ട് ഒരാള്. പിന്നെ അവിടെ എത്രയാണ്? 12. അപ്പൊ 12 ആണോ 20 ആണോ വലുത്? നിങ്ങൾ പറ. 20 തന്നെ എണ്ണിയ ആളാണ് അപ്പൊ സിംഗുവിന്റെ ഏറ്റവും വലിയ ഫാൻ അല്ലേ? അപ്പോ സിംഗു ഏറ്റവും കൂടുതൽ എണ്ണിയത് അവർ 2 പേരുമാണ്. 20 എണ്ണിക്കഴിഞ്ഞു 10 സെക്കൻഡ് സമയം കൊണ്ട്. പിന്നെ 12 എണ്ണി ഒരാളോ. അങ്ങനെ 3 പേരാണ് സിംഗുവിന്റെ ഫാൻസ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ. കൊച്ചി ടി വി റെഡ് FM ഇന്റർനാഷണൽ അക്വാ ഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ 2016 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കളെ കാണാൻ പറ്റും. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കടലിനടിയിൽ മത്സ്യങ്ങൾ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫിഷസ് ഉണ്ട് ആർട്ടിഫിഷ്യൽ, അതുപോലെ പവിഴപ്പുറ്റ്, അതിനടിയിലുള്ള ചിപ്പി, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ആയിട്ടുള്ള അക്വേറിയംസ് ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അക്വേറിയംസ് പറയുന്നത്. ഒരുപാട് മനോഹരമായിട്ടുള്ള മത്സ്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒത്തിരി മത്സ്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോന്നിനായിട്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. ഇഷ്ടപ്പെട്ടോ? ഏത് മീനാണ് ഇഷ്ടപ്പെട്ടത്? ഈ മീനാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒത്തിരി മത്സ്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്, കാണാൻ പറ്റും. കളർഫുൾ ആയിട്ടുള്ള മത്സ്യമാണ്, ഗോൾഡൻ ഫിഷസ് അടക്കം. അതുപോലെ തന്നെ ഫ്ലവർ ഹോൺ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫിഷ് ഉണ്ട്. ഈ ഫിഷിന്റെ വില എന്ന് പറയുന്നത് അതിന്റെ തലയുടെ മുഴ അനുസരിച്ച് എത്ര വലുപ്പമുണ്ട് അതിനനുസരിച്ചാണ് അതിന്റെ റേറ്റ് കൂടുക. ഫിഷ് വെറൈറ്റീസ് മാത്രമല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അക്വാ ഷോയുടെ കൂടെ തന്നെ കൺസ്യൂമർ സ്റ്റോൾസ് ഒരുപാടുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ മത്സ്യങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ആക്സസറീസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റോളും നിങ്ങൾക്ക് അപ്പുറത്തുണ്ട്. അപ്പോൾ കൊച്ചി ടി വിയുടെ എല്ലാ കൊച്ചു കൂട്ടുകാരും ഇതിൻ്റെ വിശേഷങ്ങൾ ഇനിയും കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക, നമ്മളോടൊപ്പം തന്നെ തുടരുക. റെഡ് FM
FM 93.5 ഇന്റർനാഷണൽ അക്വാഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്ത് വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആൾക്കാരെ കണ്ടാൽ അറിയാം, ഒരുപാട് റെഡ് എഫ്എമ്മിന്റെ പ്രിയപ്പെട്ട ലിസണേഴ്സ്, കൊച്ചു ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു ദിവസം. ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ കൊച്ചു ടിവിയുടെ ചുണക്കുട്ടാൻ സിംഗു എത്തിയിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹലോ. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു കൊച്ചു മിടുക്കി എത്തിയിട്ടുണ്ട്. മോളുടെ പേരെന്താ? അവന്തിക. അവന്തിക, നല്ല പേരാണല്ലോ. എവിടെന്നാ വരുന്നേ? കൊടുങ്ങാനൂരിൽ നിന്ന് നമ്മുടെ അവന്തിക കുട്ടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോ ഗെയിമൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കൊച്ചു ടി വി കാണാറുണ്ടോ? കാണാറുണ്ട്. ഏതൊക്കെ പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മസുബിലാമിയൊക്കെ ഇഷ്ടമല്ലേ? ഓക്കെ. അപ്പൊ സിംഗുവിനെ ആദ്യമായിട്ട് കണ്ടപ്പോ എന്താ തോന്നിയേ? അത് കലക്കി. അപ്പൊ സിംഗുവിന്റെ ഫ്രണ്ടാണ് അവന്തിക. ഓക്കെ. അപ്പൊ ചേട്ടൻ ഒരു കുഞ്ഞ് ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം തരാം. ഓക്കെ ഓക്കെ. ABCD ഒക്കെ അറിയാലോ മോക്ക്? ഒന്ന് പറഞ്ഞേ, ABCD കംപ്ലീറ്റ് എന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് Z-A റിവേഴ്സിൽ പറഞ്ഞാലോ? Z മുതൽ തുടങ്ങിയാലോ? Z മുതൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. എല്ലാം തെറ്റിപ്പോ, നോക്കിയോ? ഒന്ന് പറഞ്ഞേ. വരട്ടെ വരട്ടെ. ZY എല്ലാവരും നോക്കേണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് പറഞ്ഞോ. ZY. ഉറപ്പാണോ? W ഉറപ്പാണോ? കൺഫ്യൂഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ABCD പറഞ്ഞിട്ട് നമുക്കത് കറക്റ്റ് ആക്കി പറഞ്ഞിട്ട് തിരിച്ചു പറയാം. അപ്പൊ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പൊ എവിടെയാ തെറ്റിയെന്ന് മനസ്സിലായോ? എവിടെയാ തെറ്റിയേ? ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ കൊച്ചി ടിവിയിൽ നമ്മുടെ സിംഗു ആദ്യമായിട്ട് കൊച്ചി ടി വി ആൻഡ് റെഡ് FM 93.5 ഇന്റർനാഷണൽ അക്വാ ഷോയിൽ പങ്കെടുത്ത ഈ ഒരു കൊച്ചുമിടിക്ക് അവന്തികയ്ക്ക് ഒരു കുഞ്ഞ് സമ്മാനം കൊടുക്കാൻ പോവാണ്. ഓക്കെ, താങ്ക് യു പറഞ്ഞോ. ഓക്കെ, എന്തായാലും സിംഗുവിനെ കണ്ട സന്തോഷത്തിൽ അവന്തിക കുട്ടി നമുക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാട്ട് പാടും, ഇല്ലേ? ആകാശത്തെ താരങ്ങളെ, മിന്നി മിനുങ്ങണ താരങ്ങളെ, താനേ ഇരിക്കുവാൻ പേടിയില്ലേ, താഴോട്ട് വീഴുന്ന തോന്നലില്ലേ, അമ്പിളി അമ്മാവൻ കൂടെയില്ലേ, കുട്ടിനു താഴത്ത് ഞാനുമില്ലേ, താനേ ഇരിക്കുവാൻ പേടിയില്ലേ, താഴോട്ട് വീഴുന്ന തോന്നലില്ലേ. ഓക്കെ, ഗംഭീരായിട്ട് പഠിക്കാട്ടാ. ഇനി എല്ലാ ദിവസവും കൊച്ചു ടി വി കാണണം. സിംഗു അവിടെയുണ്ട്. ഓക്കെ, താങ്ക് യു. കൊച്ചു ടി വി റെഡ് FM ഇന്റർനാഷണൽ അക്വാ ഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ വീണ്ടും കൊച്ചു കൂട്ടുകാരെത്തിയിരിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഗെയിം കളിക്കാനായിട്ട്, സിംഗുവിനെ കാണാനായിട്ട്, സമ്മാനം മേടിക്കാനായിട്ട്. റെഡിയാണോ? വേറൊരു പ്രത്യേകതയുണ്ട്, ഈ 4 പേര് ഒരു ഫാമിലിയാണ്. അല്ല, ഒരു ഫാമിലി അല്ലേ? ആണോ? കൊച്ചു ടിവിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാ? ജാക്കി ജാൻ, ഡോറയുടെ പ്രേണം, ഈ ഡോറയിൽ ഒരു കൊച്ചു കുറുക്കനുണ്ടല്ലോ, അതിനെ ആർക്കും ഇഷ്ടമല്ലേ? അല്ല, എനിക്ക് ഒരു സ്പെഷ്യൽ ഷേക്ക് ആൻഡ് ഇവിടെ നമ്മളൊക്കെ ഒരേ ടീം. മാസു അല്ലേ? അപ്പൊ ഷിഫിനെ ഗെയിം എന്താന്ന് പറയും? ആ ഒരു ആയുധം എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കുറച്ച് മാന്ത്രിക വിദ്യയുണ്ട്. ഓം ക്രീം ധും ദാ സംഭവം ബലൂൺസ് ആണ്. ഈ ബലൂൺസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത്. റെഡിയാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബലൂൺ തരാൻ പോവാണ്. പിടിച്ചോളൂ. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളിൽ ആരാണ് ആദ്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബലൂൺ ഊതി വീർപ്പിച്ച് പൊട്ടിക്കുന്നത്? ആരാദ്യം പൊട്ടിക്കുന്നു അവർക്കാണ് സമ്മാനം. 1 2 3 സ്റ്റാർട്ട്. ഒരു നല്ല കേടി, നല്ല കേടി. വേഗം വേഗം, വേഗം വേഗം. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിഗംഭീരമായ രീതിയിലാണ് ആ മത്സരം മുന്നോട്ട് പോകുന്നത്. ഒരു ബലൂൺ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരാണ് ആദ്യം പൊട്ടിക്കുന്നത്? അത് കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ബലൂണാണെന്ന് തോന്നുന്നു.
അവിടെ പൊട്ടാറായി. ഓ കമാൺ കമാൺ. നിങ്ങൾ തളർന്നുവെങ്കിൽ ഇവർക്ക് പൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഏറ്റവും വലുതായിട്ട് ഊതി വീർപ്പിച്ചിരിക്കുന്ന 2 പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. ഓക്കെ, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. പേര് പറഞ്ഞ മോളെ നേഹ വൈശാഖ്. അപ്പോ നിങ്ങൾക്ക് സമ്മാനം തരുന്നത് സിംഗു ആണ്. അങ്ങോട്ട് നോക്കി അവിടെ ചിരിച്ചോ. ഓക്കെ, ടാറ്റാ ബൈ. ടാറ്റാ. இந்த ஷோ பார்த்தீங்கன்னா ரெட் எஃப்எம் நடத்துகிற ஷோ. இது 3 weeks ஈவெண்ட் ஃபுல்லாக அக்வா பெட்ஸ் அண்ட் கன்சியூமர் ஆல் டுகெதர் ஓவரால் ஷோ. இது பார்த்தீங்கன்னா இந்த ஷோவுக்கு வந்து ஃபுல்லாக மேனேஜ்மெண்ட், அந்த அக்வாரியம் சப்போர்ட் அண்ட் இந்த அக்வாரியம் செட்டிங் ஃப்ரேம் ஒர்க் எவ்ரி திங் வந்து பார்த்தீங்கன்னா டீம் ஈவெண்ட்ஸ், சென்னையிலேருந்து டீம் ஈவெண்ட்ஸும் மெரைன் அக்வாரியம் சேர்ந்து செய்து கொடுக்குறோம். സോ കാണാൻ വേണ്ടി എല്ലാവർക്കും പറ്റും. ഇതുപോലെ ഇത് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ആഘോഷം, ഇഷ്ടമായോ, ഏത് ഫിഷാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്നൊക്കെ. സോ നമ്മുടെ ഇപ്പോൾ ഒരു കുഞ്ഞ് മഞ്ഞക്കിളിയുണ്ട്, ഓടുവാണ്. മഞ്ഞക്കിളിയുടെ പേരെന്താ? അലീഫ കുട്ടിയാണ്. അലീഫ കുട്ടിക്ക് ഇഷ്ടമായ ആഘോഷം ഏത് മത്സ്യം ഏറ്റവും ഇഷ്ടമായത്? അച്ഛനെ നോക്കുവാണ്. അച്ഛന് ഇഷ്ടപ്പെട്ട മീനെ മോള് പറയുള്ളൂ. ഏത് ഇഷ്ടമായ മീന് പറയൂ? എല്ലാ മീനും ഇഷ്ടമായി. വാങ്ങണമെന്ന് പറഞ്ഞു അച്ഛനോട്? ഇല്ല. വീട്ടിലുണ്ടോ? ഇല്ല, ചേട്ടൻ വളർത്തുന്നുണ്ട്. ശരി, നമ്മളിപ്പോ കൊച്ചി ടി വിയിലാണുള്ളത്. ഇപ്പൊ കൊച്ചി ടി വിയിലാണ് കണ്ടുകൊണ്ടിരിക്കണ മോളെ. കൊച്ചി ടി വിയിൽ ഏത് പ്രോഗ്രാം ഏറ്റവും ഇഷ്ടമുള്ളത്? ഡോറയുടെ പ്രയാണം. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഷോ ആണോ? ഡോറ പറയണ കഥ പോലെ അനുസരിക്കാറുണ്ടോ? ചിലപ്പോഴൊക്കെ കാണാൻ വഴിയുള്ളൂ. ആണോ? അപ്പൊ ഡോറ പറയുന്ന ഡയലോഗ് ഒന്ന് പറഞ്ഞേ. എന്താ ഡോറ പറയുന്ന ഡയലോഗ്? കുറുനരി ബാക്ക് മോഷ്ടിക്കരുത്. അപ്പൊ എന്നാലും ഇഷ്ടപ്പെട്ടു ആഘോഷം അല്ലേ? ശരി. അപ്പൊ കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും ഇതുപോലെ തന്നെ ഈ ഒരു ഷോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ തന്നെ കണ്ടിട്ട് ശരിക്കും ആശ്ചര്യപ്പെടുന്നുണ്ട്. ഇത്രയും വെറൈറ്റീസ് ഓഫ് ഫിഷ് ഉണ്ടോ. അത് മാത്രമല്ല ഇതിനൊക്കെ ഓരോരോ കഥ പറയാനുണ്ട് ഓരോ ഫിഷിനും. ചില ഫിഷസ് ശരിക്കും പറഞ്ഞാൽ മെറൈൻ വാട്ടറിലാണ്, ചിലത് ഫ്രഷ് വാട്ടറിൽ വളരുന്ന മീനുകളാണ്. ഇവിടെ ഫിഷ് വെറൈറ്റീസ് മാത്രമല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആക്വഷോയുടെ കൂടെ തന്നെ കൺസ്യൂമർ സ്റ്റോൾസ് ഒരുപാടുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ മത്സ്യങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ആക്സസറീസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റോളും നിങ്ങൾക്ക് അപ്പുറത്തുണ്ട്. അപ്പോൾ കൊച്ചി ടി വിയുടെ എല്ലാ കൊച്ചു കൂട്ടുകാരും ഇതിൻ്റെ വിശേഷങ്ങൾ ഇനിയും കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക, നമ്മളോടൊപ്പം തന്നെ തുടരുക. കൊച്ചി ടി വി ആൻഡ് റെഡ് FM 93.5 ഇന്റർനാഷണൽ അക്വാ ഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ നമ്മുടെ പുത്തരിക്കണ്ട മൈതാനത്ത് ഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു അക്വാ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഒരു മത്സ്യങ്ങളെ കാണുക മാത്രമല്ല, കൊച്ചി ടി വിയുടെ പ്രിയപ്പെട്ട സിംഗുവിനെ കാണാം. സിംഗു ഇപ്പോൾ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൊച്ചു കൂട്ടുകാർ സിംഗുവിനെ കാണാൻ, നമ്മുടെ മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ടൊക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, പ്ലേ സ്കൂളിൽ പഠിക്കുന്ന ആൾ മുതൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർ വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും എല്ലാവരും പാട്ട് പാടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഈ ആള്, അതെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള്, പാട്ട് പാടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ ഈ കൊച്ചു കൂട്ടുകാരൻ്റെ പാട്ടോടുകൂടി നമുക്ക് ഗംഭീരാക്കാം. ഒരു പാട്ട് പാടിയേ. ഇത് പ്ലേ സ്കൂളിലൊക്കെ ഉള്ള പാട്ടാണ്, വിത്ത് ആക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഗംഭീരായിട്ടാ. അപ്പൊ മോന്റെ പേരെന്താ? നന്ദഗോപാൽ. നന്ദഗോപാലിന് ഒരു കുഞ്ഞ് ഗെയിം തരാം. ഓക്കെ, 1 മുതൽ 10 വരെ എണ്ണ അറിയാമല്ലോ, 100 വരെ എണ്ണ അറിയാമല്ലോ. ഓക്കെ, 100 മുതൽ റിവേഴ്സ് എണ്ണിയാൽ മതി. 100, 99, 97, 97, 95, 90, അങ്ങനെ. ഓക്കെ, 100 വരെ. 100 to 99, 98, 97, 96, 95, 94, 93, 92, 91, 90, 89, 89, 88, 87, 86, 85, 84, 83, 82, 81, 80.
അപ്പൊ എന്തായാലും ഈ കൊച്ചുമിടുക്കം വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയാണ്. നമ്മുടെ കൊച്ചി ടിവിയുടെ സൂപ്പർ പ്രോഗ്രാമിലൂടെ സിംഗുവിൽ നിന്ന് സമ്മാനം വാങ്ങാനുള്ള ആ ഒരു അവസരത്തിൽ തന്നെയാണ്. അപ്പൊ എന്തായാലും സിംഗു സമ്മാനം കൊടുക്കാൻ റെഡിയല്ലേ? സിംഗുവിന് ഷേക്കൻഡ് കൊടുത്തേ. ഓക്കെ, ഇനി സ്കൂളിൽ പോയിട്ട് കൂട്ടുകാരോടൊക്കെ പറയണം നമ്മുടെ കൊച്ചു ടിവിയുടെയും റെഡ് എഫ്എമ്മിന്റെയും അക്വാ ഷോയിൽ വന്നു, സിംഗുവിനെ കണ്ടു, സമ്മാനം വാങ്ങി. ഓക്കെ, കൊച്ചി ടിവി ആൻഡ് റെഡ് എഫ്എം 93.5 ഇന്റർനാഷണൽ അക്വാ ഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കുട്ടികൾക്ക് എന്ത് ഗെയിമാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് രണ്ടുപേരും ഒന്ന് പരിചയപ്പെടാലോ? തീർച്ചയായിട്ടും പരിചയപ്പെടാം. പേര് പറയൂ. ഉറക്കെ പറ. അത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതാണ് കടുപ്പം. അപ്പുറത്ത് നിന്നപ്പോ അതിലും വലിയ കടുപ്പം. ഒന്നുകൂടെ പറഞ്ഞ പേര്. എന്റെ ഒന്നുമോളെ ഈ പേരൊക്കെ ആരാണ് ഇടുന്നത്? സമയം കിട്ടുമോ ഇതിനൊക്കെ? സംഭവം കണ്ടല്ലോ, ഇത് കുട്ടികൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു സ്മൈലി ബോളാണ്. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഈ രണ്ടെണ്ണം കൊണ്ട് എന്ത് മാജിക് ആണ് ഷിബിൻ ചേട്ടനും രാജേഷ് ചേട്ടനും കാണിക്കാൻ പോകുന്നത്? ഡൗട്ട്. ഓക്കെ, തുടങ്ങിയാലോ? സംഭവം നോക്കിക്കോളൂ. ചേട്ടന്റെ കൈ നോക്കണതേ, ഇതുപോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സമയം ആരാണോ ഇതുപോലെ കളിച്ചുകൊണ്ടേയിരിക്കുന്നത് അവർക്കാണ് ഒരു സമ്മാനം ഷിബിൻ ചേട്ടനും രാജേഷ് ചേട്ടനും സിംഗുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സിംഗു അത് നിങ്ങൾക്ക് തരും. അപ്പോ റെഡിയാണോ? ഓക്കെ, തുടങ്ങിക്കോളൂ. അപ്പോ അടുത്ത ഗെയിമിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ കൊച്ചുമിടിക്കുകയാണ്. അവിടെ വളരെ കുറച്ച് സമയം മാത്രമേ ആ ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സംഭവം കണ്ടല്ലോ. ഇത് കണ്ടോ? ഈ ചേട്ടൻ ഏതാണ്ട് 1.5 വർഷം ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് പഠിച്ചാണ്. ഓക്കെ, അത് വേറൊരു പ്രത്യേകതയുണ്ട്. ഡ്രസ്സിന്റെ കളറും ഈ ബോളിന്റെ കളറും സെയിം ആണ്, യെല്ലോ. തുടങ്ങാം. അത് കൊള്ളാം. വലിയ പേരൊക്കെ ആയപ്പോ വലിയ പ്രതീക്ഷയായിരുന്നു. ഗെയിമിൽ പങ്കെടുത്തു, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. കുറച്ച് സമയമെങ്കിലും അല്ലെ പിടിച്ചു നിന്നു, ഇല്ലേ? ഓക്കെ, അപ്പൊ സമ്മാനം മേടിച്ചോളൂ. ഹാപ്പി അല്ലേ? ഓക്കെ, കൊച്ചി ടി വി റെഡ് എഫ് എം ഇന്റർനാഷണൽ ആക്വാ ഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ 2016 ഇപ്പൊ നമ്മളിങ്ങനെ മത്സ്യങ്ങളൊക്കെ കണ്ടു നടക്കുമ്പോൾ 2 സ്റ്റാർ ഫാമിലീസിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 മിടുക്കരായിട്ടുള്ള 2 കുട്ടികൾ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഹായ്, ഹലോ, എൻ്റെ പേര് ആദിൽ. അപ്പൊ ഈ 2 പേരും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൊച്ചു സ്റ്റാർസ് ആണ്. അവരെ എങ്ങനെയുണ്ട് ആക്വാ ഷോ കണ്ടിട്ട്? ഞാൻ സാധാരണ ഇങ്ങനത്തെ ഷോസിനൊന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സിബിഷനൊന്നും അധികം അങ്ങനെ പോകാറില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പുതിയ മീനുകളെ കുറിച്ച് അറിയാൻ പറ്റി, അവരുടെ പേരുകൾ പഠിക്കാൻ പറ്റി. നമ്മളിങ്ങനത്തെ അങ്ങനെ കാണാറില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ താരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചി ടിവിയിലെ കുക്കറി ഷോയിലൂടെയൊക്കെ നമ്മൾ ആൾക്കാർക്കൊക്കെ പരിചയമുള്ള ആളാണ്. നമുക്ക് എങ്ങനെയുണ്ട് കണ്ടിട്ട്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും പോകത്തില്ല, റെയറാണ്. ഇങ്ങനത്തെ മീനൊക്കെ എനിക്ക് അതിൻ്റെ പേര്, ഇങ്ങനത്തെ വെറൈറ്റി ടൈപ്സ് മീനിൻ്റെ പേരൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി. ആക്വാ ഷോയോടൊപ്പം തന്നെ ഇവിടെ കൺസ്യൂമർ സ്റ്റോളുകളുണ്ട്, ഒരുപാട് സ്റ്റോളുകൾ. എന്തെങ്കിലും മേടിച്ചോ നിങ്ങൾ? അല്ല, അതെ, ഇനിയിപ്പോൾ എന്തായാലും പോകുന്നുണ്ടല്ലോ, അപ്പോൾ വഴിയെ മേടിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഷോ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നമ്മുടെ കൊച്ചി ടിവിയിലെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടുന്നു? ഞാൻ പാടിക്കും. എന്നിലേലിനാൽ പടച്ച പെണ്ണെ, മുക്കത്തെ മണ്ണിലായി പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിൻ്റെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ നിറഞ്ഞതല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടൊരു പാട്ടും പാടുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ആഘോഷം കണ്ട് മീനൊക്കെ മേടിച്ച് പോവാ കേട്ടോ. അപ്പൊ എന്തായാലും ഈ ആഘോഷം ഇതുപോലെ ഓരോ കുട്ടികൾക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഓരോ മീനിനും ഓരോ കഥ പറയാറുണ്ട്. എന്തായാലും ആ കഥകളുമായി നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട് കൊച്ചി ടി വി. കൊച്ചി ടി വി റെഡ് FM 93.5 ഇന്റർനാഷണൽ അക്വാ ഷോ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്ത് വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചി ടി വിയുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ സിംഗുവിനെ കാണാനായിട്ട് കുറേ കൊച്ചു കൂട്ടുകാർ ഇപ്പോൾ എന്നോടൊപ്പം എത്തിയിട്ടുണ്ട്. ആകപ്പാടെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം മറ്റൊന്നുമല്ല, സിംഗുവിനെ ടി വിയിൽ കാണുന്ന സിംഗുവിനെ നേരിട്ട് കാണുന്നു അല്ലേ, ആ ചിരിയൊക്കെ ഈ ഫേസിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരുമായിട്ട് ഒരു ഗെയിമിലോട്ട് പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം, 1, 2 അങ്ങനെ എണ്ണാൻ പോവാണ്. ഞാൻ മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ ഈ കൊച്ചുമിടിക്ക് ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, 1. ചേട്ടൻ 1 എന്ന് പറഞ്ഞാൽ മോള് 2 എന്ന്
2 പറയാമോ? ഞാൻ മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലും, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ 2ലും മലയാളത്തിലുണ്ട്. ഓക്കെ, 1 2 3 4 4 5 6 7 8 8 ഔട്ടായില്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ആളിലോട്ട് പോവാണ്. റെഡിയാണോ? 2 3 5 4 6 7 9 പെട്ടെന്നായിക്കോട്ടെ 10 10. അങ്ങനെയാണെങ്കിൽ 12. 12. 30 ഉറപ്പിച്ചോ? കളി ജയിക്കോ? നമുക്ക് നോക്കാം വേറെ ആരെങ്കിലും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് എണ്ണുവന്ന്. മോളെ റെഡിയാണോ? 2 പെട്ടെന്ന് 3 3 2. ഓക്കെ, എന്നാലും കൊച്ചു മിടിക്കായതുകൊണ്ടാണ് ചെറുതായിട്ട് തെറ്റിപ്പോയി. കൊച്ചി ടിവിയുടെ സൂപ്പർ സ്റ്റാർ സിംഗുവിൽ നിന്ന് സമ്മാനം വാങ്ങാനായിട്ട് നമ്മുടെ ഗായത്രി റെഡിയാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് ഗായത്രിയാണ്. അപ്പോൾ ഗായത്രി സിംഗുവിൽ നിന്ന് സമ്മാനം വാങ്ങുന്നുണ്ട്. സന്തോഷമായോ? താങ്ക് യു, ടാറ്റാ. ഇന്റർനാഷണൽ ആക്വ ഷോയിൽ ഇന്ന് ശരിക്കും ഞാൻ ഇരട്ട കുട്ടികളുടെ ചേച്ചിയായിട്ടാണ് ഇരിക്കുന്നത്. 2 ഇരട്ട കുട്ടികളാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് പരിചയപ്പെടാം. അവരെ പേരെന്താ? സിയാദ്, റിയാദ്. അപ്പൊ രണ്ടുപേരും 2 ക്യാരക്ടറാണ്, സിയാദ്, റിയാദ്. ഓക്കെ, അപ്പൊ എന്തായാലും ആക്വ ഷോ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ എന്തൊക്കെ കണ്ടു? നോക്കി പറഞ്ഞേ, എന്തൊക്കെ കണ്ടു? മീൻ മാത്രമേ കണ്ടുള്ളൂ? ഇഷ്ടപ്പെട്ടോ മീന്? എന്താ? വലിയ മീറ്റ് പറ്റില്ല. മോന് മീനൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇതേ ഇച്ചിരി സീരിയസ് ആണെന്ന് തോന്നുന്നു. ഇതേ ഭയങ്കര ജോളിയാണ്. അപ്പൊ സീരിയസ് ആയിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട്? മീനൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അച്ഛനോട് മേടിച്ചു തരാൻ പറഞ്ഞോ? അച്ഛനോട് വാങ്ങി തരാൻ പറഞ്ഞു? ആഹാ, അതങ്ങനെ കൂട്ടി കിടന്നോളൂല്ലേ തനിയെ? കുഴപ്പമില്ലല്ലോ. രണ്ടുപേരും എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടുപേരും ഒരേ ഉടുപ്പൊക്കെ എടുക്കുന്നത്. പാട്ട് പാടും രണ്ടുപേരും? ഡാൻസ് കളിക്കോ? കളിക്കും. ഒരു പാട്ട് പഠിക്കും രണ്ടുപേരും? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്വ ഷോ കണ്ടിരിക്കുന്നത് തുള്ളി 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 രക്ഷയില്ല. ഒരു പാട്ട് പാടിക്കേ രണ്ടുപേരും? ഇതിപ്പോ ശരിയാവും, മിക്കവാറും പണിയാവും. എന്താ പാട്ട് പാടും? എന്താ മിമിക്രി കാണിക്കും? മിമിക്രി രണ്ടുപേർക്കും ഒന്നും അറിയത്തില്ല, പക്ഷെ നല്ല എനർജി, ഹൈ എനർജിയിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഓരോ കുട്ടികളും അങ്ങനെ തന്നെയാണ്. ശരിക്കും ബബിള് പോലെ തുള്ളിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആക്വ ഷോ എന്ന് പറയുന്നത്. അതും ജാപ്പാനിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഒക്കെ ഉള്ള ഫിഷസ് ഉള്ള ഒരു ആക്വ ഷോ ആണ്. അപ്പോൾ ഇതിൽ വിശേഷങ്ങളുമായി കൊച്ചി ടിവിയിൽ കൂട്ടുകാരോട് ഞാനുണ്ട്.